സംഗതി നമ്മൾ വിചാരിച്ചതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടാ പോകുന്നത്. ഇവളിങ്ങോട്ട് വന്നതേ ആകാശിന്റെ ഭാര്യയായിട്ടൊന്നുമല്ല, പഞ്ചരത്നത്തിലെ ഗുണ്ടയായിട്ടാ. നീ എന്തോ ദിവ്യ പറയുന്നേ? വെറുതെ പറഞ്ഞൊന്നുമല്ല, ഞാനേ കേട്ട കാര്യം പറഞ്ഞത്. എന്താ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. ദിവ്യേ, അഖില ഇങ്ങോട്ട് വന്ന് കയറിയേ ഉള്ളൂ, അതിന് തുടങ്ങിയ വഴക്ക്. ഓ, ഇതൊരു മാതിരി വഴക്കൊണ്ടൊക്കെ കാത്തിരുന്ന പോലെ ഉണ്ടല്ലോ. അങ്കിളിനെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇവരോട് ചോദിക്ക്. എന്താ കാര്യം ഒന്ന് പറയാകില്ലേ? അനുകേച്ചി ഫോൺ വിളിച്ചു. അനുകേച്ചി സംസാരിച്ചത് ദിവ്യേച്ചി കേട്ടു. ആന്റി, ഇവളുടെ മട്ടുഭാവം കണ്ടപ്പോ സംശയം തോന്നി ഫോൺ സ്പീക്കറിലിടാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ തോന്നിയതുകൊണ്ട് കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി. എന്ത് കാര്യം? നിന്റെ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. പറ കേക്കട്ടെ. ഇവള് പറയില്ല, എനിക്ക് പക്ഷെ പറഞ്ഞല്ലേ പറ്റൂ. ഇവിടെ ഇവള് ആരെങ്കിലും വഴക്ക് പറഞ്ഞവരെ തല്ലണോന്ന്. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ തന്നെയാ പറഞ്ഞത്. നോണ പറയുന്നോടി. ആന്റിക്ക് പ്രായമായതുകൊണ്ട് വലിയ ആരോഗ്യമൊന്നും ഇല്ല, അതുകൊണ്ട് തല്ലണ്ട. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ എന്ത് പറഞ്ഞാലും അടിച്ച് കരണം പൊട്ടിക്കണോന്ന്. അങ്ങനെ പറഞ്ഞു? ഞാൻ എന്റെ ഈ 2 ചെവി കൊണ്ട് കേട്ടതാ. പറഞ്ഞില്ലേടി? ചേച്ചി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അടിച്ച് കാരണം പൊട്ടിക്കാൻ പറയുന്നതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്നിട്ട് ആ കൂട്ടത്തില് വേറൊരു ഉപദേശം കൂടി. തല്ലിയിട്ട് ഇവിടെ നിക്കണ്ട, നേരെ അങ്ങോട്ട് ചെന്നോളാൻ. ഇപ്പൊ മനസ്സിലായോ? ഇവളിവിടെ വന്നതേ മരുമകളായിട്ടൊന്നും അല്ല, എന്നെ തല്ലാനായിട്ടുള്ള കൊട്ടേഷനുമായിട്ടാ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. ഒരാളുടെ ഫോൺ നിർബന്ധിച്ച് സ്പീക്കറിലിടുന്നതും അത് മറ്റൊരാൾ കേൾക്കുന്നതും മര്യാദയല്ല. മോളെ, നിനക്ക് വരുന്ന കോള് നിനക്ക് കേൾക്കാനുള്ളതാ. അത് എത്ര കൊടികെട്ടി ആള് പറഞ്ഞാലും സ്പീക്കറിലിട്ട് അവരെ കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മാറടി ഇങ്ങോട്ട്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനും ഇവളും ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നവരാ. എന്നിട്ട് ഞങ്ങൾ തരംതിരിച്ച് കാണുന്നുണ്ടോ? ഇവളെ മുൻനിർത്തി എന്നെ തോൽപ്പിക്കാന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെ. നിന്നെ ഞാൻ വിടില്ല മോളെ. എന്താണാവോ എന്നെ തല്ലണ്ടാന്ന് വെച്ചത്? സഹതാപം കൊണ്ടാ? ചേച്ചിമാരുടെ വാക്ക് കേട്ട് ഇങ്ങോട്ട് കളിക്കാൻ വന്നാലുണ്ടല്ലോ, കളി ഞാൻ വെച്ച് പൊറപ്പിക്കില്ല, നോക്കിക്കോ. എന്താണോ താൻ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ വാ, നമുക്ക് കുറച്ച് മോളിൽ പോയിരിക്കാം. വേണ്ട, ആകാശേട്ടൻ പൊക്കോ. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. എന്താണ് നീ രാത്രിയിൽ പാലേ കുടിക്കൂ? ഇതെനിക്കല്ല, ആകാശേട്ടനാ. ഓ, അതിരാത്രി ആഘോഷിക്കാനായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാലോ തേനോ എന്താന്ന് വെച്ചാൽ നീ കൊടുത്തോ. പക്ഷെ അത് വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്തം അവന്, ആകാശിന്. ഇവിടെ സുമേഷോ ഞാനോ വാങ്ങി വെച്ചിരിക്കുന്ന എന്തെങ്കിലും നീ എടുത്താ എന്റെ സ്വഭാവം മാറും. ഇതൊക്കെ വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. ഓ, പോകാൻ നേരം നിന്റെ ചേച്ചി തന്ന കാശ് അത് തീരുമ്പോ നീ എന്ത് ചെയ്യും? വീണ്ടും തരുമായിരിക്കും അല്ലേ? പഞ്ചരക്തത്തിൽ നിന്നുള്ള ലാഭം നിന്റെ ചേച്ചി ഒറ്റയ്ക്ക് വിഴുങ്ങുമല്ലേ? അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച അനിയത്തിമാർക്കും കൊടുക്കുമായിരിക്കും. ആകാശിന്റെ ഭാഗ്യം, കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ ഭാര്യ പാലുമായിട്ട് പോകുന്നു. ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കതിന് യോഗയില്ല. എന്തോന്ന് വായി നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് വന്നേ സുമേഷേ, വാ.
വരാൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.